ജീവിതം എന്നത് ഒരു ഈവിൽ ഗെയിം തന്നെയാണ്. നേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ്സ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ജീവിതത്തിൽ കുട്ടികളായിരിക്കുന്ന സമയത്തല്ലാതെ പ്രഷർ ഇല്ലാതെ നടക്കാൻ ആർക്കും സാധിക്കില്ല. എന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ ആ പ്രഷർ എല്ലാവരും ഒരു രീതിയിലല്ല ഹാൻഡിൽ ചെയ്യുന്നത്. ജയിക്കുവാൻ വേണ്ടിയിട്ടുള്ള സ്ട്രെസ്, തോറ്റുപോയ അതിൻ്റെ സ്ട്രെസ്, ഒരുപാട് സ്ട്രെസ്സാണ്. സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ ആർക്കും തന്നെ സാധിക്കുകയില്ല. എന്നാൽ ആ സ്ട്രെസ്സിനെ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ഡിഫൈൻ ചെയ്യുന്നു. വിജയിച്ച ഒരുത്തനും തോറ്റൊരുത്തനും തമ്മിൽ ആകെ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. തോറ്റുപോയവൻ ആദ്യത്തെ അടി കിട്ടുമ്പോൾ തന്നെ തോൽവി സമ്മതിക്കും. മറ്റവൻ അങ്ങനല്ല. ജീവിതം അവനെ എത്ര തന്നെ എങ്ങനെ തന്നെ അടിച്ചാലും അവൻ തോൽവി സമ്മതിക്കുകയില്ല. വീണിടത്ത് നിന്ന് വീണ്ടും 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 അവൻ എണ്ണിട്ട് തിരിച്ചു വരും. ജീവിതത്തോട് അവൻ യുദ്ധം ചെയ്യും. കാരണം അവന്റെ ഉള്ളിൽ ഒരു ചിപ്പുണ്ട്. വിജയം എന്നതിലേ അവന്റെ ജീവിതം അവസാനിക്കുകയുള്ളൂ. നിങ്ങൾ ഒരിക്കൽ തോൽവി സമ്മതിച്ചു പോയാൽ അവിടെ നിന്ന് കരകയറി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ കാട്ടിലേക്കൊക്കെ നോക്കി, ഇന്നത്തെ ഈ ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല. അവിടെയും ജയിക്കുന്നവനും തോൽക്കുന്നവനുമുണ്ട്, ഇല്ലേ? സിംഹം അത്രയും മൃഗങ്ങൾ ഉണ്ടായിട്ടും കാട്ടിലെ രാജാവാണ്. കാരണം എന്താ? എത്ര മുറിവേറ്റാലും അതൊന്നും വകവെക്കാതെ മുൻപോട്ട് തന്നെ പോകുന്നതാണ് സിംഹം. നിങ്ങൾക്കൊരു എയിം ഉണ്ടെങ്കിൽ നിങ്ങളും അതുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ബേർഡ് കിണ്ടത്തിലേക്ക് ഒന്ന് നോക്കൂ. പരുന്തിനെ ഉദാഹരണമായി എടുത്തു നോക്കൂ. മറ്റെല്ലാ പക്ഷികളും പ്രശ്നങ്ങൾ വരുമ്പോൾ താഴെ വന്ന് ഏതെങ്കിലും ഒരു മരത്തിൽ കയറിയിരിക്കും. ഈഗിൾ അങ്ങനെ അല്ല. സകല പ്രശ്നങ്ങൾക്ക് മുകളിൽ പറന്നുയരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എവിടെയൊക്കെ ഈ രണ്ട് മൃഗങ്ങളെ പോലെ ആക്ട് ചെയ്യാൻ സാധിക്കുമോ അങ്ങനെ നിങ്ങൾ ജയിക്കുകയുള്ളൂ. മാനുഷികമായി ചിന്തിച്ചാൽ, പൊളിറ്റിക്കലി കറക്റ്റ് ആവാൻ ശ്രമിച്ചാൽ, സ്ട്രെസ്, പ്രഷർ ഇത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ കറക്റ്റായി ഹാൻഡിൽ ചെയ്തില്ല എങ്കിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ആത്മഹത്യകളുടെ എണ്ണം ഇനിയും കൂടുകയുള്ളൂ. കാരണം വരാൻ പോകുന്ന സാമ്പത്തിക മാന്ദ്യം ഒരുപാട് പേരെ പിടിച്ചുലയ്ക്കും. അതിന് നിങ്ങൾ മാനസികമായി തയ്യാറെടുത്തില്ല എങ്കിൽ സ്ട്രെസ് ഓഫ് ഫെയിലിയർ എന്നുള്ളത് മാത്രമല്ല, സകല സ്വപ്നങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് അടിയറവ് പറയേണ്ടി വരും. ആലോചിക്കൂ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ തോറ്റു കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ജയിച്ചു കാണണമെന്ന് നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും ആഗ്രഹം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരാഗ്രഹത്തെ നിങ്ങൾ പിടിച്ച് എല്ലാ ദിവസവും അതിന് വളമിടണം. എല്ലാ ദിവസവും അതിന് നിങ്ങൾ തന്നെ എടുത്ത് നോക്കണം. എങ്കിലേ ജയിക്കുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകുകയുള്ളൂ. ജീവിതത്തിൽ നിങ്ങൾ ജയിക്കണമെന്ന് ചിന്തിക്കുന്ന ആ നിമിഷം അത് മറക്കരുത്. ഹങ്കർ ഫോർ സക്സസ്. ജീവിതത്തിൽ വിജയിക്കുവാൻ വേണ്ടി എത്ര പ്രയത്നിക്കാനും നിങ്ങൾ റെഡി ആയിരിക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ എന്നൊന്നുമില്ല. ചിലപ്പോ രാവിലെ 9 മുതൽ അടുത്ത ദിവസം രാവിലെ 9 വരെ എന്നുള്ളതാവാം നിങ്ങളുടെ ഷെഡ്യൂൾ. ഇറ്റ് ഡസന്റ് മാറ്റർ. കാരണം യു ആർ ബിൽഡിംഗ് എ ലെഗസി. അങ്ങനെ വരുന്ന നിമിഷം അത് നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ മുൻപോട്ട് പോകണം. തോറ്റുപോയി എന്നുള്ളത് തെറ്റായ കാര്യമല്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ തോൽവി സമ്മതിക്കുക എന്നുള്ളത് തെറ്റാണ്. വിജയം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉള്ളതല്ല. ജയം അങ്ങനെ ഉള്ളവരുടേതല്ല. ജയിച്ച് കാണിക്കാൻ തീരുമാനിച്ചിറങ്ങുന്നവൻ അവൻ ജയിച്ചേ തീരൂ. ആ കഥ അവസാനിക്കുമ്പോൾ അവനാണ് വിജയി. നിങ്ങൾ പലയിടത്തും പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരുത്തൻ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല എന്ന്? അതുപോലെ തന്നെയാണ്, ഒരുത്തൻ ജയിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ ജീവിതത്തിൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചവൻ മുൻപോട്ട് തന്നെ പോകും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. ജീവിതത്തിന്റെ ആ തീയിൽ നീ വെന്തു പോകുമോ അതോ അതിൽ നിന്ന് നീ വെളിയിലേക്ക് നടന്നിറങ്ങുമോ എന്നുള്ളതാണ് വ്യത്യാസം. നിനക്കൊരു സിംഹത്തെ പോലെ സകല പ്രശ്നങ്ങളെയും ചിതറി മുൻപോട്ട് കുതിക്കാൻ സാധിച്ചാൽ തോൽവിയല്ല, എല്ലാം നിന്റെ മുൻപിൽ നിന്ന് മാറും. വിജയത്തിലേക്ക്, നിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് നീ വളരെ പെട്ടെന്ന് തന്നെ എത്തും. പക്ഷെ ആ പെട്ടെന്ന് എന്നുള്ളത് ഒരു ദിവസമോ ഒരു വർഷമോ ആകില്ല. ജീവിത വിജയത്തിൽ നമ്മൾ ഇന്ന് കാണുന്ന പലരും 5, 10, 15, 20 വർഷം തോൽവി സമ്മതിക്കാതെ ഒരിടത്തും വീണുപോകാതെ വീണ്ടും വീണ്ടും യുദ്ധം ചെയ്ത് നേടിയെടുത്തതാണ്. എത്ര തന്നെ തളർച്ച ഉണ്ട് എങ്കിലും അവർ വിശ്രമിക്കാറില്ല. Because the success individual, that theme never changes. If you want to be successful, you need to keep one thing in your mind. വിജയി അവൻ ക്ഷീണിക്കുമ്പോഴല്ല നിർത്തുന്നത്, അവന്റെ ജോലി തീർന്നു കഴിയുമ്പോഴാണ് അവൻ നിർത്തുന്നത്. ക്ഷീണം അവൻ എടുക്കാനും മാറ്റിവെക്കാനും പറ്റുന്ന ആറ്റിറ്റ്യൂഡ് അവൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവർ 5 തലമുറ ശ്രമിച്ചാൽ പറ്റാത്തത് നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കും.